ഇവര് വന്നതുകൊണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ടും. അല്ല സാറേ, ഇവര് ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞാലേ അതിന് വല്ല തെളിവുണ്ടോ? റെക്കോർഡ് എഴുതിപ്പോയ കേസല്ലേ സാറേ? സാറേ, പ്രൂഫ് ഞങ്ങൾ ഹാജരാക്കാം സാറേ. ഇവര് വിവാഹം കഴിഞ്ഞതിന്റെ പ്രൂഫ് ഞങ്ങൾ കാണിക്കാം. അല്ല, അത് ഇവരുടെ വിവാഹം കഴിഞ്ഞതിന്റെ പ്രൂഫ് എന്താ? അത് കിട്ടിയിട്ട് വേണം എഴുതിപ്പോയ കേസ് ക്ലോസ് ചെയ്യാൻ. പ്രൂഫൊന്നുമില്ല സർ. ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു അമ്പലത്തിൽ വെച്ച ഇവരുടെ വിവാഹം നടന്നത്. അവിടുന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. சார், நம்ம ஏரியால எல்லாருக்கும் எவரை தெரியும் சார். நல்லா தெரியும் சார். മതിയോ മതി സാറേ. ഈ ചുറ്റുപാടുള്ളവർക്ക് അറിയാവുന്ന പറയുന്നതേ അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. അതിപ്പോ ആരെ കൊണ്ട് വേണമെങ്കിലും പറയിപ്പിക്കാലോ. ആദ്യം നിങ്ങൾ ഭാര്യയും ഭർത്താവാണെന്ന് തെളിയിക്കുന്ന പ്രൂഫ് ഉണ്ടാവണം. എത്ര സമയം വേണ്ടി വരും? ചോദിച്ച കേട്ടില്ലേ? അല്ല സർ, അത് പ്രൂഫ് ഇല്ലാതെ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, തൽക്കാലം നിങ്ങളവരെ കൊണ്ടുപോകൂ. പക്ഷെ ഒരു മാസത്തിനകം ഇവർ വിവാഹിതരാണെന്നും കാലങ്ങളായി ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള പ്രൂഫ് എൻ്റെ മേശപ്പുറത്ത് എത്തിരിക്കണം. അതിന് കാലതാമസം സംഭവിച്ചാൽ ഇപ്പൊ ചാർജ് ചെയ്തിരിക്കുന്ന ഈ കേസുണ്ടല്ലോ, അത് ഞാനങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും. കരയേണ്ട നിറ്റേ. ഇപ്പൊ ചീത്ത പറഞ്ഞ പോലീസുകാരനല്ലേ? പ്രൂഫ് അവരുടെ കയ്യിലെത്തുമ്പോ തന്നോട് വന്ന് സോറി പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഹരി സാറേ, നിങ്ങൾ പൊയ്ക്കോ. ശരവണ, അമ്മയെ കൊണ്ടുപോ. ആയിരിക്കണം.
കഷ്ടപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? വേറെ ഒന്നും ചിന്തിച്ചു കൂട്ടരുത്. എല്ലാത്തിനെയും നമ്മൾ നേരിട്ടേ പറ്റൂ. തൽക്കാലം ഈ അമ്മയ്ക്ക് വേണ്ടിയാ സഹിക്കുന്നതെന്ന് ഓർത്ത് നീ കരച്ചിലടക്കും. ഒക്കെ മാറും. നിന്റെ മുൻപിൽ മുഖമൂടിയിട്ടിരിക്കുന്നവർക്ക് നീ കാണുകെ അതഴിച്ചു വെക്കേണ്ടി വരും. അതിനി അധികം സമയമൊന്നുമില്ല. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്റെ മക്കളെക്കാൾ സ്നേഹം ഞാൻ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നിന്നെ അമ്മ സുരക്ഷിതയാക്കിയിരിക്കും. എന്റെ ജീവിതം അതിനു വേണ്ടിയാ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനു വേണ്ടി മാത്രം.